ഹായ് എവ്രി വൺ. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാംഗോ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്മെല്ലുള്ള മാംഗോ ആയിട്ടോ ഇത്. ഈ മാംഗോയുടെ പേരാണ് സിന്ദ്രി. ഇത് പാകിസ്ഥാനിൽ നിന്നുള്ള മാംഗോ ആണ്. ഇവിടെ ഇപ്പോൾ സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പാകിസ്ഥാനി മാംഗോ ആണ്. ഇത് ഭയങ്കര സ്വീറ്റാണ്. ഇത് നല്ല സ്മെല്ലുമാണ്. ഈ സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. ഇത് ഷേക്കാക്കി നമുക്ക് യൂസ് ചെയ്യാം, അല്ലാതെ പല മാംഗോ ഡിഷസിന് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്കിത് വെറുതെ കഴിക്കാനാണെങ്കിലും ഇങ്ങനെ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു ഫ്രഷ് ട്രോപ്പിക്കൽ ഒരു ഫീലാണ് ഈ മാംഗോയ്ക്ക്. ഇത് ഭയങ്കര സ്വീറ്റാണ്. അപ്പം ഇന്ന് ഈ മാംഗോ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാനിത് തായ്ലൻഡിൽ പോയപ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് ഇതിൻ്റെ സ്റ്റിക്കി റൈസ്, ഒതൻറ്റിക് മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ കഴിച്ചു. തായ്ലൻഡ് മാംഗോ വെച്ചിട്ടാണ് അന്ന് കഴിച്ചത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ മാംഗോ ആയതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഒട്ടും തന്നെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഞാൻ തന്നെ കുറേ റെഫർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആൻഡ് എൻ്റെ ഹസ്ബൻഡ് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ സർപ്രൈസ് വിത്ത് മാംഗോ സ്റ്റിക്കി റൈസ് കൊടുക്കാമെന്ന്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. കം, ലെറ്റ്സ് കുക്ക്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യമേ മാംഗോ ആണ് വേണ്ടത്. ഞാൻ നേരത്തെ കാണിച്ച സിന്ദ്രി മാംഗോ ആണിത്. പിന്നെ ഇത് നെല്ലറയുടെ കോക്കനട്ട് മിൽക്കാണ്. ഇത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്കാണ്. നിങ്ങൾക്ക് ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷ് യൂസ് ചെയ്യാം. പിന്നെ ഷുഗർ നിങ്ങളുടെ സ്വീറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അടുത്തത് കോൺഫ്ലവർ ആണ്. ഇത് 1 ടീസ്പൂണാണ് ആവശ്യം. നമുക്ക് ഈ കോക്കനട്ടിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കണം. ആ സിറപ്പ് ജസ്റ്റ് ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് ഈ കോൺഫ്ലവർ ആവശ്യം. പിന്നെ സ്റ്റിക്കി റൈസ്. ഞാൻ സിബ്ലിങ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റിക്കി റൈസാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റിക്കി റൈസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് യൂസ് ചെയ്യാം. ബസ്മതി റൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് റൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഈ സ്റ്റിക്കി റൈസ് ഞാനിന്ന് സ്റ്റീം ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ നമുക്ക് ഈ റൈസ് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് ഇത് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ഇതൊന്ന് സോക്ക് ചെയ്യാം. നമ്മൾ 1 കപ്പ് റൈസാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇതാണ് റൈസ്. നമുക്കിതിനി ഒന്ന് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാം. നമുക്കൊരു 4 ടൈംസ് വാഷ് ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്കും അരിയെല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കാം. അരി നല്ല വൃത്തിയായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സോക്ക് ചെയ്യാൻ വയ്ക്കാം. വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു 3 to 4 hours നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്റ്റിക്കി റൈസ് ഇവിടെ സോക്കായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ സ്റ്റീം ചെയ്യുന്നത് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇഡ്ഡലി പാത്രത്തിലേക്ക് ആക്കിയിട്ട് സ്റ്റീം ചെയ്യാം. നമ്മുടെ അരി ഊറ്റി നമുക്ക് ഇതാണ് ഇഡലി തട്ടിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ സോക്ക് ചെയ്ത അരി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതിനെ സ്പ്രെഡ് ചെയ്തിടാം.
ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ടിട്ട് നമുക്ക് ഇനി ഇത് അടച്ചു വയ്ക്കാം. അപ്പം നമ്മൾ ലിഡ് വെച്ചു. ഇനി ഇതൊരു 5 മിനിറ്റ്സ് നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിനകത്തുനിന്ന് സ്റ്റീം വരും. അപ്പം ഇത് നമുക്ക് തുറന്നിട്ട് ഇത് കുക്കായി ഒന്ന് ചെക്ക് ചെയ്യാം. കുക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ച് നമുക്കിത് സെറ്റ് ആക്കാം. അപ്പോൾ നമുക്കിനി ഒരു സോസ് ഉണ്ടാക്കണം. ഇനി നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യേണ്ട സോസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം സോസ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാണ് ആ സോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഷുഗറും പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറയാൻ മറന്നുപോയി, കുറച്ച് സോൾട്ടും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഞാൻ മറന്നുപോയി. ലാസ്റ്റ് നമുക്ക് കുറച്ച് വൈറ്റ് സെസമി സീഡും കൂടെ വേണം, ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ 2 ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പം അത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് അടുത്ത സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നെല്ലറയുടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ 1 ടിൻ ഫുള്ള് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഷുഗറും കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യണം. ഷുഗർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിപ്പം ഒരു 1.5 ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു കുറച്ച് സോൾട്ട് മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് ഒന്നായി കഴിയുമ്പോഴത്തേക്കും ഷുഗർ മതിയോ എന്ന് നോക്കാം. അത് ഷുഗർ പോരെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും. അപ്പം ഇത് നന്നായിട്ട് ബോയിൽ ആകുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സ്റ്റിക്കി റൈസിന് നല്ല സ്റ്റീമൊക്കെ വന്നു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ വേവ് എന്തായെന്ന് നോക്കാം. കുറച്ചുകൂടെ വേഗം തോന്നുന്നു. ആയിട്ടില്ല. നമുക്കൊരു 5 മിനിറ്റ്സ് കൂടെ വെച്ച് നോക്കാം. ഇതായിപ്പോൾ നമ്മുടെ കോക്കനട്ട് മിൽക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മിക്സ് ഇതിനകത്തൊന്നും കുറച്ച് എമൗണ്ട് നമുക്ക് ആ വെന്ത സ്റ്റിക്കി റൈസിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മിക്സിലേക്ക് കോൺഫ്ലവർ കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് തിക്കാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള സോസിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം. കോൺഫ്ലവർ ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിക്കായ മാത്രം മതി. അപ്പോൾ ഇത്രയും ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു ഹാഫ് ടേബിൾ സ്പൂൺ. നമുക്കിതിനകത്ത് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്യാം, കാരണം കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടിരിക്കണം. ഇത് നമ്മൾ മേലിൽ ടോപ്പിംഗ് ആയിട്ട് ഒഴിക്കുന്ന സോസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്രയും കൂടെ, ഞാൻ നേരത്തെ 1.5 സ്പൂണാണ് ഞാൻ ഷുഗർ ഇട്ടിരുന്നത്. ഇപ്പോൾ ഒരു 1/2 സ്പൂൺ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മാംഗോ ഞാൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഞാൻ മാംഗോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോക്കനട്ട് മിൽക്കും സ്റ്റിക്കി റൈസും. നമുക്കിതൊരു 1 സ്കൂപ്പോ നമ്മുടെ ആവശ്യത്തിന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഭംഗിയിൽ വെക്കേണ്ടവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഇത് ഇങ്ങനൊരു സ്കൂപ്പ് ഇങ്ങനെ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ.
ഓക്കെ, അപ്പം ഞാനിവിടെ റൈസ് സെറ്റാക്കി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഇലയിലൊക്കെ വയ്ക്കാം. എൻ്റെ കയ്യിൽ ഇലയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ മാംഗോയും കുറച്ചുകൂടെ അടുത്തേക്ക് ഇങ്ങനെ വയ്ക്കാം. ഇനി നമ്മുടെ സോസ്, ഇതാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസ്. നമുക്കിനി ഇത് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സോസും സെറ്റായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സെസമി സീഡും കൂടെ ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ റെഡി. അങ്ങനെ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് ടേസ്റ്റിംഗ് ആണ്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. നമുക്ക് കുറച്ച് സ്റ്റിക്കി റൈസും ഇതിൽ നിന്നൊരു മാങ്ങ, നമ്മുടെ സിന്ദരി മാംഗോയും കൂടെ എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഈ മാംഗോയുടെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടെ വന്നതും. പക്ഷേ ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായം പറയണം. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വേറൊരു ഡിഷുമായിട്ട് കാണാം. Until then, it's goodbye from Smriti. Bye.